നടൻ വിജയ് സിനിമ അഭിനയം നിർത്തുന്നു എന്ന വാർത്ത ആരാധകരെ ഏറെ വിഷമിപ്പിച്ചതായിരുന്നു. സ്വന്തമായി രൂപീകരിച്ച് തമിഴകം വെട്രിക്കഴകം പാർട്ടിയിലും രാഷ്ട്രീയത്തിലും സജീവമാകാനാണ് വിജയ് ഒരു സിനിമയോട് ഇടവേള എടുക്കുന്നത് എന്ന് വ്യക്തമാക്കി. ദളപതി 69ഓടെ വിജയ് തന്റെ സിനിമാ ജീവിതത്തിൽ നിന്നും ഒരു ഇടവേള എടുക്കുകയാണ്. ഇപ്പോഴത്തെ തമിഴകത്തിന്റെ തല അജിത്തും വൈകാതെ സിനിമയിൽ നിന്നും ഇടവേള എടുക്കും എന്ന റിപ്പോർട്ടുകൾ വന്നത് ആരാധകരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. വിജയ് കഴിഞ്ഞാൽ അജിത്താണ് തമിഴ് സിനിമയിൽ ഏറ്റവും ആരാധകരുള്ള നടൻ. വിജയ് രാഷ്ട്രീയത്തിൽ ആണെങ്കിൽ അജിത് റേസിംഗിൽ സജീവമാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. യൂറോപ്യൻ GT4 ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ സിനിമ കുറയ്ക്കാൻ അജിത് ആലോചിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. സിനിമയിൽ ഇടവേള എടുക്കുന്നതിൽ അജിത് തീരുമാനമെടുക്കുന്നതായി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപനമുണ്ടായിട്ടില്ല. എങ്കിലും ആരാധകരെ ഈ റിപ്പോർട്ട് ആശങ്കയിലാക്കുന്നുണ്ട്. അജിത് കുമാർ നായകനായി വരാനിരിക്കുന്ന ചിത്രം വിടാമുയർച്ചി 2024 ഡിസംബറിൽ തിയേറ്ററുകളിൽ എത്തിയേക്കുമെന്നാണ് സൂചന. ഈ ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ ഒരാൾ മരിക്കുകയും ചെയ്തത് സങ്കടമായിരുന്നു. സംവിധായകൻ മിന്നലാണ് ഹൃദയാഘാതത്തിൽ മരിച്ചത്. പരിക്കേറ്റ അജിത് ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഒടുവിൽ ആരോഗ്യം ഭേദമായി വീണ്ടും സിനിമയുടെ ചിത്രീകരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അതേസമയം ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും പേരിലുള്ള വ്യത്യാസങ്ങൾ താൻ ഇല്ലാതാക്കുമെന്ന് നടൻ വിജയും പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ വിമോചനത്തിനായി ജീവൻ ബലിയർപ്പിച്ച പോരാളികളെയും തമിഴ് മണ്ണിലെ മറ്റ് ജനങ്ങളുടെ അവകാശങ്ങൾക്കായി അക്ഷീണം പോരാടിയ എണ്ണമറ്റ സൈനികരെയും എപ്പോഴും അഭിനന്ദിക്കും. ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനും എല്ലാവർക്കും തുല്യ അവസരങ്ങൾക്കും തുല്യ അവകാശങ്ങൾക്കും വേണ്ടി പരിശ്രമിക്കും. എല്ലാ ജീവജാലങ്ങൾക്കും തുല്യത എന്ന തത്വം താൻ ഉയർത്തിപ്പിടിക്കുമെന്ന് ആത്മാർത്ഥതയെ പ്രതിജ്ഞ ചെയ്യുന്നു. ഇതായിരുന്നു പാർട്ടിയുടെ പ്രതിജ്ഞ. ചുവപ്പും മഞ്ഞയാണ് പതാകയുടെ നിറം. വാഗപ്പൂവിന് ഇരുവശത്തുമായി 2 ആനകൾ നിൽക്കുന്ന ചിഹ്നവും പതാകയിലുണ്ട്. 2026 തമിഴ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് വിജയുടെ രാഷ്ട്രീയ യാത്രയിലെ ആദ്യ ചുവടുവയ്പ്പാണ് പതാക അനാച്ഛാദനം എന്നാണ് വിലയിരുത്തൽ. എന്നാൽ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ബാനറിൽ മത്സരിക്കാൻ താരത്തിന് പദ്ധതിയുണ്ടോ എന്ന കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല.